എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റഫൽ ഫ്ലവറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ റഫൽ സ്ലീവ്സാണ് വെച്ചത് കേട്ടോ. അപ്പം അത് സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ സർക്കിൾ നാലെണ്ണം, വലിയ സർക്കിൾ 5 എണ്ണമായിട്ട് നമ്മളിതുപോലെ പെറ്റൽസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ ഇത് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ 3.5 ഇതിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ വലിയ സർക്കിളിന് വന്നിട്ട് 4.5 കേട്ടോ വില. അപ്പോൾ കറക്റ്റ് അങ്ങനെ വേണം എന്നൊന്നുമില്ല, നമുക്ക് ഫ്ലവർ വലുത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ സൈഡ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായി നൂല് വലിഞ്ഞ് പോരുന്നൊരു ടൈപ്പ് ഫാബ്രിക് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇതുപോലെ ഉരുക്കി കൊടുക്കുക കേട്ടോ, നമ്മളൊരു തിരി വെച്ചിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, നമ്മളിത് കത്തിപ്പോകാണ്ട് നോക്കാം. ഇനി ഞാൻ വലിയ സർക്കിൾ എടുത്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ ഇനി ഇത് വെച്ച് കൊടുക്കണത്. അപ്പോൾ ഒരു സർക്കിൾ എടുത്തിട്ട് ഇതുപോലെ 4 മടക്കുക. ഇതിപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുന്നിയെടുത്താലും മതി. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ക്രോസ് ഷേപ്പിലാണ് നമ്മൾ ഈ പെറ്റൽസ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്കിൽ നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ അടുത്ത പെറ്റലെടുക്കുക, ഇതുപോലെ തന്നെ 4 മടക്കുക, ഗ്ലൂ വെച്ചിട്ട് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഉടുപ്പിലും അല്ലാന്നുണ്ടെങ്കിൽ ഹെഡ് ബാൻഡിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വലിയ സർക്കിളാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല, അതാണ് ഇപ്പോൾ ഇതിൽ വെച്ചത്. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സർക്കിൾ എടുത്തു, അത് നമ്മൾ ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ വെച്ചില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. അടുത്ത പെറ്റലെടുക്കുക, ഇതുപോലെ മടക്കിയിട്ട് 4 മടക്കിയിട്ട് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ആ പെറ്റൽസ് ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. ഒന്ന് എല്ലാതും നമ്മളൊന്ന് ഉള്ളിലേക്ക് പോയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിടർത്തി കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ അത് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഉള്ളിൽ പോയിട്ടിരിക്കും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.